പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരള യൂണിവേഴ്സിറ്റി 4ാം സെമസ്റ്റർ ബികോം അക്കൗണ്ട്സ് ആൻഡ് ഡാറ്റ സയൻസ് വിദ്യാർത്ഥികളുടെ അപ്പാച്ചെ ഹഡൂപ്പ് ഫോർ ഡാറ്റ സയൻസ് എന്ന പേപ്പറിൽ നിന്നും ഇന്ന് അപ്പാച്ചെ പിഗ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പാച്ചെ പിഗ് എന്ന ടോപ്പിക് അപ്പാച്ചെ ഹഡൂപ്പ് ഫോർ ഡാറ്റ സയൻസ് എന്ന ബികോം 4ാം സെമസ്റ്റർ അക്കൗണ്ട്സ് ആൻഡ് ഡാറ്റ സയൻസ് വിദ്യാർത്ഥികളുടെ സിലബസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി പ്രതിപാദിക്കുന്ന ഒരു ടോപ്പിക്കാണ് അപ്പാച്ചെ പിഗ്. നമ്മുടെ പ്രീവിയസ് പൊതുപരീക്ഷാ ചോദ്യങ്ങൾ നോക്കിയാൽ തന്നെയും വളരെയധികം തവണ ആവർത്തിച്ച് വരുന്ന ഒരു ചോദ്യമായി പരിഗണിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അപ്പാച്ചെ പിഗ് എന്ന് പറയുന്നത്. പലപ്പോഴും ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ ലോങ് എസ്സേ പോലെയുള്ള ചോദ്യങ്ങൾ അപ്പാച്ചെ പിഗ് എന്ന ടോപ്പിക്കിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും നമ്മുടെ പൊതുപരീക്ഷാ ചോദ്യങ്ങൾ കാണാറുണ്ട്. നമുക്ക് ആദ്യം അപ്പാച്ചെ പിഗ് എന്താണെന്ന് നോക്കാം. അപ്പാച്ചെ പിഗ് ഈസ് എ ഹൈ ലെവൽ ഡാറ്റ ഫ്ലോ സിസ്റ്റം. ഒരു ഓപ്പൺ സോഴ്സ് ഹൈ ലെവൽ ഡാറ്റ ഫ്ലോ സിസ്റ്റം ആണ് അപ്പാച്ചെ പിഗ് എന്ന് പറയുന്നത്. ഇറ്റ് യൂസസ് എ സിമ്പിൾ ലാംഗ്വേജ് കോൾഡ് അപ്പാച്ചെ പിഗ് ലാറ്റിൻ. പിഗ് ലാറ്റിൻ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ലാംഗ്വേജ് അപ്പാച്ചെ പിഗിൽ യൂസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ക്വറിയിങ് ആൻഡ് ഡാറ്റ മാനിപ്പുലേഷൻ. ക്വറിയിങ്ങും ഡാറ്റ മാനിപ്പുലേഷനും വേണ്ടി അപ്പാച്ചെ പിഗിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പോണന്റ് ആണ് പിഗ് ലാറ്റിൻ എന്ന് പറയുന്നത്. പിഗ് ലാറ്റിൻ ഈസ് യൂസ്ഡ് ഫോർ കമ്പയറിംഗ് ദ ക്വറീസ് ഇൻ ടു മാപ്പ് റെഡ്യൂസ് ജോബ്സ്. മാപ്പ് റെഡ്യൂസ് ജോബ്സ് ആയിട്ട് ക്വറീസിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് പിഗ് ലാറ്റിൻ എന്ന് പറയുന്ന കമ്പോണന്റ് യൂസ് ചെയ്യുന്നത്. സിമ്പിളായി പറഞ്ഞാൽ അപ്പാച്ചെ പിഗ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് ഹൈ ലെവൽ ഡാറ്റ ഫ്ലോ സിസ്റ്റം. പലപ്പോഴും ഹഡൂപ്പ് സിസ്റ്റങ്ങളെ അടിസ്ഥാനത്തിലാണ് അപ്പാച്ചെ പിഗ് എന്ന് പറയുന്ന കമ്പോണന്റ് വർക്ക് ചെയ്യുന്നത്. പിഗ് ഈസ് യൂസ്ഡ് ഫോർ ക്വറിയിങ് വിത്ത് ബിഗ് ഡാറ്റ. ബിഗ് ഡാറ്റ എന്ന് പറയുന്ന നമുക്കറിയാവുന്നത് നോർമൽ അല്ലെങ്കിൽ കൺവെൻഷണൽ ഡാറ്റ പ്രോസസിംഗ് സിസ്റ്റം ഉപയോഗിച്ച് പ്രോസസ് ചെയ്യാൻ കഴിയാത്ത ലാർജ് കോംപ്ലക്സ് ഡാറ്റയാണ് പൊതുവെ ബിഗ് ഡാറ്റ എന്ന് പറയുന്നത്. അത്തരം ബിഗ് ഡാറ്റയുമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ക്വറി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഹൈ ലെവൽ ഡാറ്റ ഫ്ലോ സിസ്റ്റമാണ് അപ്പാച്ചെ പിഗ് എന്ന് പറയുന്നത്. പിഗ് ഈസ് യൂസ്ഡ് ഫോർ അഡ്ഹോക് ഡാറ്റ പ്രോസസിംഗ് ആൻഡ് അനാലിസിസ് ഓഫ് ഇൻഫർമേഷൻ. അഡ്ഹോക് ഡാറ്റ പ്രോസസിംഗും അതുപോലെ ഡാറ്റ അനാലിസിസ് പോലെയുള്ള പ്രക്രിയയ്ക്ക് വേണ്ടിയാണ് പൊതുവെ പിഗ് യൂസ് ചെയ്യുന്നത്. പിഗ് ഈസ് മെയിൻലി യൂസ്ഡ് ബൈ കമ്പനീസ് ലൈക്ക് യാഹൂ, ഗൂഗിൾ ആൻഡ് മൈക്രോസോഫ്റ്റ് ഫോർ കളക്ടിംഗ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ സെറ്റ്സ് ഫ്രം സെർച്ച് ലോഗ്സ് ആൻഡ് വെബ് ക്രോൾ. ഇന്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന ലാർജ് വോള്യൂം ഓഫ് ഡാറ്റയിൽ നിന്ന് പലപ്പോഴും പാറ്റേണുകൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ക്വറീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും കമ്പനീസ് ഇത്തരം പിഗ് സിസ്റ്റങ്ങളെ ആശ്രയിക്കാറുണ്ട്. സോ അപ്പാച്ചെ പിഗ് ഈസ് എ ഓപ്പൺ സോഴ്സ് ഹൈ ലെവൽ ഡാറ്റ ഫ്ലോ സിസ്റ്റം. അപ്പാച്ചെ പിഗിൽ രണ്ട് പ്രധാന കമ്പോണന്റ് ആണുള്ളത്. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ പിഗ് ലാറ്റിൻ എന്ന് പറയുന്ന ഒരു ക്വറിയിങ് ലാംഗ്വേജ്, അതുപോലെ തന്നെ ഒരു റൺ ടൈം സിസ്റ്റം. സോ അപ്പാച്ചെ പിഗ് has two main components, pig latin and a runtime system. ഇനി അപ്പാച്ചെ പിഗിന്റെ ആപ്ലിക്കേഷൻ നോക്കിയാൽ പൊതുവെ 5 പ്രധാന ആപ്ലിക്കേഷൻ ആണ് അപ്പാച്ചെ പിഗിനുള്ളത്. നേരത്തെ നമ്മൾ കണ്ടു അപ്പാച്ചെ പിഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഓപ്പൺ സോഴ്സ് ഡാറ്റ ഫ്ലോ സിസ്റ്റം. ഒന്നാമത്തെ അപ്പാച്ചെ പിഗിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രോസസിംഗ് ലാർജ് വോളിയൂം ഓഫ് ഡാറ്റ. ലാർജ് വോളിയൂം ഓഫ് ഡാറ്റയാണ് ബിഗ് ഡാറ്റ എന്ന് പറയുന്നത്. ഒരു കൺവെൻഷണൽ അല്ലെങ്കിൽ ട്രഡീഷണൽ ഡാറ്റ പ്രോസസിംഗ് സിസ്റ്റം ഉപയോഗിച്ച് പ്രോസസ് ചെയ്യാൻ കഴിയാത്ത ലാർജ് കോംപ്ലക്സ് വോളിയൂം ഓഫ് ഡാറ്റയാണ് ബിഗ് ഡാറ്റ എന്ന് പറയുന്നത്. അത്തരം ബിഗ് ഡാറ്റ പ്രോസസ് ചെയ്യാൻ വേണ്ടി അപ്പാച്ചെ പിഗ് യൂസ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നോക്കിയാൽ ഇറ്റ് സപ്പോർട്ട്സ് പ്രോട്ടോടൈപ്പിംഗ് ആൻഡ് അഡ്ഹോക് ക്വറിയിങ്. ലാർജ് ഡാറ്റ സെറ്റുകളിൽ പ്രോട്ടോടൈപ്പിങ്ങിന് വേണ്ടിയും അഡ്ഹോക് ക്വറി പ്രോസസ് ചെയ്യാൻ വേണ്ടിയും പലപ്പോഴും അപ്പാച്ചെ പിഗ് യൂസ് ചെയ്യുന്നു. 3, പെർഫോംസ് ഡാറ്റ പ്രോസസിംഗ് ഇൻ സെർച്ച് പ്ലാറ്റ്ഫോം. സെർച്ച് എഞ്ചിൻ പ്ലാറ്റ്ഫോമിൽ പലപ്പോഴും ഡാറ്റ പ്രോസസിംഗിന് വേണ്ടി അപ്പാച്ചെ പിഗ് യൂസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രോസസ് ടൈം സെൻസിറ്റീവ് ഡാറ്റ ലോഡ്സ്. ടൈം സെൻസിറ്റീവ് ഡാറ്റ ലോഡ്സുകളെ പ്രോസസ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും അപ്പാച്ചെ പിഗ് യൂസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ടെലികോം കമ്പനീസ് ടു ഐഡന്റിഫൈ ദ യൂസർ കോൾ ഡാറ്റ ഇൻഫർമേഷൻ. പലപ്പോഴും ടെലികോം കമ്പനീസ് യൂസർ കോൾ ഡാറ്റ ഇൻഫർമേഷൻ ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്ന പ്രക്രിയയിൽ പലപ്പോഴും അപ്പാച്ചെ പിഗ് യൂസ് ചെയ്യുന്നു. So Apache Pig is an open source platform for querying and processing big data.
പലപ്പോഴും ബിഗ് ഡാറ്റ എന്ന് പറയുന്ന കോംപ്ലക്സും ലാർജ് വോളിയൂം ഓഫ് ഡാറ്റയാണ്. അത്തരം ഡാറ്റ പ്രോസസ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും അപ്പാച്ചെ പിഗ് യൂസ് ചെയ്യുന്നു. നേരത്തെ കണ്ടു, അപ്പാച്ചെ പിഗിലെ 2 പ്രധാന കമ്പോണന്റ് ആണ് പിഗ് ലാറ്റിൻ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ്, അതുപോലെ തന്നെ റൺ ടൈം സിസ്റ്റം. പലപ്പോഴും ലാർജ് വോളിയൂം ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ടൈം സെൻസിറ്റീവ് ഡാറ്റ പലപ്പോഴും ഇത്തരം പിഗ് സിസ്റ്റം ഉപയോഗിച്ചാണ് പ്രോസസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അനാലിസിസ് പോലെയുള്ള പ്രക്രിയകൾ ചെയ്യുന്നത്. ഇനി നമുക്ക് കമ്പോണൻസ് ഓഫ് പിഗ് നോക്കിയാൽ there are 2 major components of Apache Pig. First one, Pig Latin script language അല്ലെങ്കിൽ Pig Latin. Second one, runtime environment. So there are 2 major components of Apache Pig, Pig Latin script language and a runtime engine. The Pig Latin script is a procedural data flow language. It is mainly used for creating queries, for converting the queries to other format. നമ്മുടെ അപ്പാച്ചെ പിഗിൽ യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ ഫ്ലോ ലാംഗ്വേജ് ആണ് പിഗ് ലാറ്റിൻ എന്ന് പറയുന്നത്. It contains syntax and commands that can be applied to business logics. An example of Pig Latin commands are load and store. പ്രധാനമായി യൂസ് ചെയ്യുന്ന 2 Pig Latin commands ആണ് ലോഡും സ്റ്റോറും. ഇനി രണ്ടാമത്തെ കമ്പോണന്റ് ആണ് റൺ ടൈം എൻജിൻ. A runtime engine is a compiler that produces sequence of MapReduce program. ഹഡൂപ്പിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന MapReduce പ്രോഗ്രാമുകളെ കമ്പൈൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് റൺ ടൈം എഞ്ചിൻ എന്ന് പറയുന്നത്. ഇത് യൂസസ് HDFS, ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്ന HDFS ഉപയോഗിച്ചാണ് പലപ്പോഴും റൺ ടൈം എഞ്ചിൻ എന്ന് പറയുന്ന കമ്പോണന്റ് പലപ്പോഴും ഡാറ്റ സ്റ്റോർ ചെയ്ത് റിട്രീവ് ചെയ്യുന്നത്. The runtime engine parses, validates and compiles the script operation into a sequence of MapReduce jobs. MapReduce ജോബുകളെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ജോലിയാണ് റൺ ടൈം എഞ്ചിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ റൺ ടൈം എൻവയോൺമെന്റ് എന്ന് പറയുന്ന അപ്പാച്ചെ പിഗിലെ രണ്ടാമത്തെ കമ്പോണന്റ് പെർഫോം ചെയ്യുന്നത്. സോ there are 2 major components of Pig Latin script language and a runtime engine. ഇനി വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് അപ്പാച്ചെ പിഗ് നോക്കിയാൽ പൊതുവെ 5 പ്രധാന ഫീച്ചേഴ്സ് ആണ് നമുക്ക് പൊതുവെ പറയാൻ കഴിയുന്നത്. ഒന്നെന്ന് പറയുന്നത് ഈസ് ഓഫ് പ്രോഗ്രാമിംഗ്. റൈറ്റിംഗ് കോംപ്ലക്സ് ജാവ പ്രോഗ്രാംസ് ഫോർ MapReduce ഈസ് ക്വൈറ്റ് ടഫ് ഫോർ നോൺ പ്രോഗ്രാമേഴ്സ്. Pig makes this process easily. In Pig, the queries are converted to MapReduce internally. പലപ്പോഴും നോൺ പ്രോഗ്രാമേഴ്സിന് കോംപ്ലക്സ് ജാവ പ്രോഗ്രാംസ് എഴുതുക എന്ന് പറഞ്ഞ ഡിഫിക്കൽട്ട് ആണ്. എന്നാൽ പിഗ് ലാറ്റിൻ പോലെയുള്ള ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മൾ ഇത്തരം ക്വറീസിനെ MapReduce ആയിട്ടാണ് ഇന്റേണൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. പലപ്പോഴും MapReduce ക്വറീസിൽ അല്ലെങ്കിൽ പ്രോഗ്രാമുകളിൽ നമുക്ക് ഹഡൂപ്പിൽ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഒപ്റ്റിമൈസേഷൻ ഓപ്പർച്യൂണിറ്റീസ് ആണ്. പിഗ് ലാറ്റിൻ പലപ്പോഴും ഇത്തരം അഡ്ഹോക് ക്വറീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. അതുവഴി പലപ്പോഴും സിസ്റ്റത്തിന്റെ ഒരു റിസോഴ്സുകളുടെ ഒരു ഒപ്റ്റിമൽ യൂസ് പ്രൊവൈഡ് ചെയ്യുന്നു. മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞ എക്സ്റ്റൻസിബിലിറ്റി ആണ്. യൂസർ ക്യാൻ ക്രിയേറ്റ്സ് ദെയർ ഓൺ ഫംഗ്ഷൻ ബൈ യൂസിങ് പിഗ് ലാറ്റിൻ. പിഗ് ലാറ്റിൻ ഉപയോഗിച്ച് യൂസേഴ്സിന് അവരുടെ തന്നെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. പലപ്പോഴും ഇത്തരം ഫംഗ്ഷനുകൾ പലപ്പോഴും എക്സ്റ്റൻഡബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. 4 ഫ്ലെക്സിബിലിറ്റി ആണ്. Apache Pig can easily handle structured as well as unstructured data. സ്ട്രക്ചേർഡ് ഡേറ്റയും അൺസ്ട്രക്ചേർഡ് ഡേറ്റയും ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നു. അതുകൊണ്ട് അപ്പാച്ചെ പിഗ് ഫ്ലെക്സിബിൾ ആണെന്ന് പറയാൻ കഴിയുന്നു. അഞ്ചാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇൻബിൽറ്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിമ്പിൾ വിച്ച് പെർഫോംസ് ആൻ ഓപ്പറേഷൻ. സോ അപ്പാച്ചെ പിഗ് കണ്ടെയ്ൻസ് വേരിയസ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഫോർ ഫിൽറ്ററിംഗ് ആൻഡ് ജോയിൻ. ഫിൽറ്ററിംഗ് ജോയിനിങ് പോലെയുള്ള ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി അപ്പാച്ചെ പിഗിൽ ഇൻബിൽറ്റ് ഓപ്പറേറ്റേഴ്സ് ലഭ്യമാണ്. ഇതാണ് അപ്പാച്ചെ പിഗിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഈസി ഫോർ പ്രോഗ്രാമിംഗ്, ഒപ്റ്റിമൈസേഷൻ ഓപ്പർച്യൂണിറ്റീസ്, ഇറ്റ് ഒപ്റ്റിമൈസസ് ദ എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാംസ് ഓട്ടോമാറ്റിക്കലി, ഇറ്റ് ഫോക്കസസ് ഓൺ ഡാറ്റ. തേർഡ് വൺ എക്സ്റ്റൻസിബിലിറ്റി. ഫോർത്ത് വൺ it allows to execute user defined functions. ഇനി അപ്പാച്ചെ പിഗിന്റെ മോഡ് നോക്കിയാൽ there are 2 modes of അപ്പാച്ചെ പിഗ്. 2 മോഡുകളിലാണ് അപ്പാച്ചെ പിഗിന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പാച്ചെ പിഗ് എക്സിക്യൂട്ട്സ് ഇൻ 2 modes.
First mode is called local mode and second one is called map reduce modes. So there are two modes of operations of Apache Pig. Apache Pig is an open source platform for executing and storing big data. Big data എന്ന അൺകൺവെൻഷണൽ ഫോമിലുള്ള ഡേറ്റ അല്ലെങ്കിൽ ട്രഡീഷണൽ ഡാറ്റ പ്രോസസിംഗ് സംവിധാനം ഉപയോഗിച്ച് പ്രോസസ് ചെയ്യാൻ കഴിയാത്ത ബിഗ് ഡാറ്റ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം ആണ് അപ്പാച്ചെ പിഗ് എന്ന് പറയുന്നത്. അപ്പാച്ചെ പിഗ് എക്സിക്യൂട്ട്സ് ഇൻ ടു മോഡ്സ്, ലോക്കൽ മോഡ് ആൻഡ് മാപ്പ് റെഡ്യൂസ് മോഡ്. ഈ ലോക്കൽ മോഡ് എന്താന്ന് നോക്കിയാൽ, ഇൻ ലോക്കൽ മോഡ് ഇറ്റ് എക്സിക്യൂട്ട്സ് എ സിംഗിൾ JVM, ഒരു സിംഗിൾ ജാവ വെർച്വൽ മെഷീൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു മോഡാണ് ലോക്കൽ മോഡ് എന്ന് പറയുന്നത്. ദ ലോക്കൽ മോഡ് വർക്ക്സ് ഓൺ ലോക്കൽ ഫയൽ സിസ്റ്റം. ലോക്കൽ ഫയൽ സിസ്റ്റത്തിലാണ് ലോക്കൽ മോഡ് വർക്ക് ചെയ്യുന്നത്. ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡേറ്റ ആർ സ്റ്റോർഡ് ഇൻ ലോക്കൽ ഫയൽ സിസ്റ്റം. ലോക്കൽ ഫയൽ സിസ്റ്റത്തിലാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫയലുകൾ സ്റ്റോർ ചെയ്യുന്നത്. പലപ്പോഴും ലോക്കൽ മോഡാണ് ഡിഫോൾട്ട് മോഡ് എന്ന് പറയുന്നത്. ഇൻ ലോക്കൽ മോഡ് ഫയൽസ് ആർ ഇൻസ്റ്റാൾഡ് ആൻഡ് റൺ യൂസിംഗ് ലോക്കൽ ഹോസ്റ്റ്. ലോക്കൽ ഹോസ്റ്റ് ഉപയോഗിച്ചാണ് ലോക്കൽ മോഡിൽ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഫയൽ റൺ ചെയ്യുന്നത്. സോ ദർ ആർ ടു മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ഓഫ് അപ്പാച്ചെ പിഗ്. ഫസ്റ്റ് വൺ ഈസ് ലോക്കൽ മോഡ്. In local mode, a single Java virtual machine is executed for developing, experimenting and prototyping. The files are stored and installed on localhost. The local mode works on local file system. The input and output data are stored in local file system. ഇനി രണ്ടാമത്തെ ഒരു മോഡാണ് മാപ്പ് റെഡ്യൂസ് മോഡ്. മാപ്പ് റെഡ്യൂസ് മോഡിനെ നമ്മൾ വേറൊരു പേരിൽ പറയും. ദ മാപ്പ് റെഡ്യൂസ് മോഡ് ഈസ് ഓൾസോ നോൺ ആസ് ഹഡൂപ്പ് മോഡ്. ഹഡൂപ്പ് മോഡ് എന്ന് വിളിക്കുന്ന ഒരു മോഡാണ് മാപ്പ് റെഡ്യൂസ് മോഡ്. നേരത്തെ കണ്ടു ലോക്കൽ മോഡ്, മാപ്പ് റെഡ്യൂസ് മോഡ്. ഈ രണ്ട് മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ് അപ്പാച്ചെ പിഗിനുള്ളത്. ലോക്കൽ മോഡിൽ ലോക്കൽ ഫയൽ സിസ്റ്റത്തിലാണ് പലപ്പോഴും ഫയലുകൾ സ്റ്റോർ ചെയ്ത് റിട്രീവ് ചെയ്യുന്ന ലോക്കൽ ഫയൽ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ജാവ വെർച്വൽ മെഷീൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പര്യാപ്തമാകുന്ന ഒരു മോഡാണ് ലോക്കൽ മോഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മോഡാണ് മാപ്പ് റെഡ്യൂസ് മോഡ്. ദ മാപ്പ് റെഡ്യൂസ് മോഡ് ഈസ് ഓൾസോ നോൺ ആസ് ഹഡൂപ്പ് മോഡ്. ഇറ്റ് ഈസ് ദ ഡിഫോൾട്ട് മോഡ്. ചില സിസ്റ്റത്തിൽ ഡിഫോൾട്ട് മോഡ് ആയിട്ട് വരുന്നത് മാപ്പ് റെഡ്യൂസ് മോഡാണ്. നേരത്തെ പറഞ്ഞ ലോക്കൽ മോഡ് ചില എൻവയോൺമെന്റിൽ ലോക്കൽ മോഡാണ് ഡിഫോൾട്ട് മോഡ്. അത് യൂസ് ചെയ്യുന്ന എൻവയോൺമെന്റിന്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നതാണ്. So the map reduce mode is also known as Hadoop mode. It is the default mode. In this, pig renders pig Latin into map reduce jobs and executes them on cluster. ഈ ഒരു മോഡിൽ പിഗ് കമാൻഡുകളെ പിഗ് ലാറ്റിൻ എന്ന ആ ഒരു ലാംഗ്വേജ് ഉപയോഗിച്ച് മാപ്പ് റെഡ്യൂസ് ജോബുകളായിട്ട് കൺവേർട്ട് ചെയ്താണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ എക്സിക്യൂഷൻ നടക്കുന്നത് ക്ലസ്റ്ററിലാണ്. HDF എന്ന ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം ആണ് ഈ ഒരു മോഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നേരത്തെ കണ്ടു ലോക്കൽ മോഡിൽ ലോക്കൽ ഫയൽ സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ മാപ്പ് റെഡ്യൂസ് മോഡിൽ എക്സിക്യൂഷൻ പെർഫോം ചെയ്യുന്നത് HDFS എന്ന ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം യൂസ് ചെയ്താണ് ഈ ഒരു മോഡിൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി എക്സിക്യൂട്ടഡ് അഗോൺസ്റ്റ് സെമി ഡിസ്ട്രിബ്യൂട്ടഡ് ഓർ ഫുള്ളി ഡിസ്ട്രിബ്യൂട്ടഡ് ഹഡൂപ്പ് ഇൻസ്റ്റലേഷൻ. ഹഡൂപ്പ് ഇൻസ്റ്റലേഷൻ ഉപയോഗിച്ചാണ് മാപ്പ് റെഡ്യൂസ് മോഡിൽ എക്സിക്യൂഷൻ പെർഫോം ചെയ്യുന്നത്. Here the input and output data are present on HDFS. HDFS ന്റെ അബ്രിവേഷൻ മനസ്സിലാക്കി വെക്കുക, Hadoop Distributed File System. So in map reduce mode, the input and output data are present on HDFS. ഇനി what are the different ways to execute pig program? നമ്മൾ pig program അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ പലപ്പോഴും എക്സിക്യൂട്ട് ചെയ്യാറുണ്ട്. ഹഡൂപ്പ് സിസ്റ്റത്തിലാണ് അത്തരം പ്രോഗ്രാമുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുകൊണ്ട്. There are three ways of executing a pig program. അപ്പാച്ചെ പിഗ് പ്രോഗ്രാമുകൾ നമുക്ക് 3 രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഒന്ന് ഇന്ററാക്റ്റീവ് മോഡ്, സെക്കൻഡ് വൺ ബാച്ച് മോഡ്, തേർഡ് വൺ എംബഡഡ് മോഡ്. സോ ദർ ആർ 3 ways ഓഫ് എക്സിക്യൂട്ടിംഗ് എ പിഗ് പ്രോഗ്രാം ഓൺ ലോക്കൽ ആൻഡ് മാപ്പ് റെഡ്യൂസ് മോഡ്. നേരത്തെ പറഞ്ഞ 2 മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ് അപ്പാച്ചെ പിഗിനുള്ളത്. ഒന്ന് ലോക്കൽ മോഡ്, 2 മാപ്പ് റെഡ്യൂസ് മോഡ്. ലോക്കൽ മോഡിൽ നേരത്തെ കണ്ടു ലോക്കൽ ഫയൽ സിസ്റ്റം യൂസ് ചെയ്യുന്നു, ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ലോക്കൽ ഫയൽ സിസ്റ്റത്തിലാണ്. സിംഗിൾ JVM ആണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. എന്നാൽ മാപ്പ് റെഡ്യൂസ് മോഡിൽ
HDFS എന്ന ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് HDFS-ലാണ് എന്ന് കണ്ടു. ഇനി ഇന്ററാക്റ്റീവ് മോഡിൽ നോക്കിയാൽ ഇൻ ദിസ് മോഡ് ദ പിഗ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ ദ ഗ്രണ്ട് ഷെൽ. ഗ്രണ്ട് ഷെല്ലാണ് ഈ ഒരു എക്സിക്യൂഷൻ ഇന്ററാക്റ്റീവ് മോഡിൽ പെർഫോം ചെയ്യുന്നത്. ടു ഇൻവോക്ക് ഗ്രണ്ട് ഷെൽ റൺ ദ പിഗ് കമാൻഡ്. പിഗ് കമാൻഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഗ്രണ്ട് ഷെല്ലിനെ ഇൻവോക്ക് ചെയ്യുന്നത്, കോൾ ചെയ്യുന്നത്. Once the grunt mode execute, we can provide pig Latin statements and commands interactively at the command line. Command line അകത്ത് നമ്മൾ കമാൻഡുകൾ കൊടുത്താണ് ഇന്ററാക്റ്റീവ് മോഡിൽ എക്സിക്യൂഷൻ പെർഫോം ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ മോഡാണ് ബാച്ച് മോഡ്. ഇൻ ദിസ് മോഡ് വി ക്യാൻ റൺ എ സ്ക്രിപ്റ്റ് ഫയൽ യൂസിംഗ് .pig എക്സ്റ്റൻഷൻ. .pig എക്സ്റ്റൻഷൻ ഉള്ള ഫയലുകൾ നമുക്ക് റൺ ചെയ്യാൻ കഴിയാവുന്ന ഒരു മോഡാണ് ബാച്ച് മോഡ്. ഇനി മൂന്നാമത്തെ മോഡാണ് എംബഡഡ് മോഡ്. ഇൻ ദിസ് മോഡ് വി ക്യാൻ ഡിഫൈൻ അവർ ഓൺ ഫംഗ്ഷൻ. നമുക്ക് തന്നെ നമ്മുടെ ഫംഗ്ഷൻ തന്നെ ഡിഫൈൻ ചെയ്യാൻ കഴിയാവുന്ന ഒരു എക്സിക്യൂഷൻ മോഡാണ് എംബഡഡ് മോഡ്. സോ ദർ ആർ 3 ways ഓഫ് എക്സിക്യൂട്ടിംഗ് എ പിഗ് പ്രോഗ്രാം. ഇനി അപ്പാച്ചെ പിഗിന്റെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഒരു ഫീച്ചേഴ്സ് നോക്കിയാൽ അതിന്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട മെറിറ്റുകൾ നോക്കിയാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പെർഫോമിംഗ് സെവറൽ ഓപ്പറേഷൻസ് ലൈക്ക് ഫിൽറ്ററിംഗ്, ജോയിനിങ്, സോർട്ടിംഗ്, അഗ്രിഗേഷൻ. പലപ്പോഴും ഡാറ്റാ സയൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പല ഓപ്പറേഷൻ, ഫിൽറ്ററിംഗ്, ജോയിനിങ്, സോർട്ടിംഗ് പോലെയുള്ള ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി അപ്പാച്ചെ പിഗ് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഈസി ടു ലേൺ, റൈറ്റ് ആൻഡ് റീഡ് ഫോർ SQL പ്രോഗ്രാമേഴ്സ്. SQL പ്രോഗ്രാമേഴ്സിന് പ്രോഗ്രാമുകൾ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ലേൺ ചെയ്യാനും വളരെ ഈസിയാണ്. അപ്പാച്ചെ പിഗ് ഈസ് എക്സ്റ്റെൻസിബിൾ ആണ്. യൂസറിന്റെ സ്വന്തം പ്രോഗ്രാമുകൾ, അത്തരം സ്വന്തം ഫംഗ്ഷനുകൾ, അത്തരം ഫംഗ്ഷനെയാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ UDFS എന്ന് പറയുന്ന പൈത്തൺ അല്ലെങ്കിൽ ജാവ പ്രോഗ്രാം ലാംഗ്വേജ് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതി നമുക്ക് അപ്പാച്ചെ പിഗിൽ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് അപ്പാച്ചെ പിഗ് എക്സ്റ്റെൻസിബിൾ എന്ന് പറയാൻ കഴിയുന്നു. ജോയിനിങ് ഓപ്പറേഷൻ ഈസി ഇൻ അപ്പാച്ചെ പിഗ്. പലപ്പോഴും ജോയിൻ ഓപ്പറേഷനുകൾ പലപ്പോഴും ഈസിയായി പെർഫോം ചെയ്യാൻ കഴിയാവുന്നതാണ്. അപ്പാച്ചെ പിഗിന്റെ ലൈൻ ഓഫ് കോഡ് എന്ന് പറഞ്ഞാൽ വളരെ ഫ്യൂ ആണ്. അപ്പാച്ചെ പിഗ് അലോസ് സ്പ്ലിറ്റ് ഇൻ പൈപ്പ് ലൈൻ. ഡാറ്റ സ്ട്രക്ചേഴ്സ് പലപ്പോഴും അപ്പാച്ചെ പിഗിൽ യൂസ് ചെയ്യുന്നു. പിഗ് ഹാൻഡിൽ ബോത്ത് സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡാറ്റ. അങ്ങനെ വ്യത്യസ്തമായ സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡ് ഡാറ്റകളും പലപ്പോഴും പിഗ് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മൾ ഡാറ്റാ സയൻസിൽ പഠിച്ചു സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ് ഡാറ്റ. ആ 3 രൂപത്തിലുള്ള ഡാറ്റകളും പലപ്പോഴും പിഗിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നു. അതുകൊണ്ടാണ് ബിഗ് ഡാറ്റ അനാലിസിസ് അല്ലെങ്കിൽ സ്റ്റോറിംഗ്, റിട്രീവൽ പോലെയുള്ള ഫംഗ്ഷനുകൾ പെർഫോം ചെയ്യാൻ വേണ്ടി അപ്പാച്ചെ പിഗ് യൂസ് ചെയ്യുന്നു. സോ ദർ ആർ മെനി ഫീച്ചേഴ്സ് ഓഫ് അപ്പാച്ചെ പിഗ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പെർഫോമിംഗ് ഫിൽറ്ററിംഗ്, ജോയിനിങ് ഓപ്പറേഷൻ. ഇറ്റ്സ് ലൈൻ ഓഫ് കോഡ് ഈസ് വെരി ഫ്യൂ. ഇറ്റ് ഈസ് എക്സ്റ്റെൻസിബിൾ. ഇറ്റ് യൂസസ് ഡാറ്റ സ്ട്രക്ചേഴ്സ്. Thank you for watching. Please subscribe the channel.